എന്റെ കയ്യെത്തണം. അച്ചുവേട്ടന്റെ കയ്യെത്തിയാലേ എല്ലാ കാര്യവും നടക്കുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സെഫാനിയ. അപ്പം ഇന്ന് നമ്മളുടെ കുരിശ്വരയിലെ നേർച്ച സദ്യയുടെ തലേ ദിവസമാണ്, അതായത് മാർച്ച് 18. നമുക്കിന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് കാണണം. ഇത്രയും ദിവസം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് ഭയങ്കര മൂടിയ ക്ലൈമറ്റ് ഒക്കെയാണ്. രണ്ടെണ്ണം പോയി നിൽക്കണുണ്ടോ മഴയത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. കുരിശ്വരയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സൗണ്ടാണ് ഇവിടെ. മതി, പനി പിടിക്കൂട്ട് രണ്ടിനും. ബാക്കിയുള്ളവരൊക്കെ അകത്ത് നല്ല പണിയിലാണ്. ഇത് ക്യാരറ്റ് ജ്യൂസ് പ്ലീസ് എടുത്ത്. പച്ചയായ ജീവിതം ഓ പ്ലീസ് അങ്ങനെയാണ്, പ്ലീസ് എടുക്കല്ലേ. ഇത് പച്ചയായ ജീവിതമാണ്. കുറച്ച് മേക്കപ്പ് ഇട്ടുന്നത് കഷ്ടപ്പാട്. തേങ്ങ ചേരണ്ടി കഷ്ടപ്പെടുന്ന ആള്. പുട്ടിന് പൊടി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടിന് തേങ്ങ നല്ല ഭംഗിയുണ്ടമ്മനെ കാണാനായിട്ട്. അവിടെ രണ്ടെണ്ണം മഴയത്ത് കളിക്ക്. എന്താണ് നല്ല ഭംഗിയുണ്ടല്ലോ. എന്താണ് തലയിൽ മഴ കൊള്ളാതിരിക്കാൻ ഹെൽമെറ്റ് വെച്ച്? എടി നിനക്ക് എവിടുന്ന് കിട്ടണ ഇത്ര ബുദ്ധി? തലയിൽ മഴ കൊള്ളാതിരിക്കാൻ ഹെൽമെറ്റ് വെച്ചോണ്ട് പോകണം. ഇത്രയും ബുദ്ധിയുള്ള പിള്ളേരെ എവിടെ കിട്ടും? ഞാൻ മനീഷനെ വിളിച്ചോണ്ട് വരാട്ടോ. മനി ഒന്ന് വന്നേ. പിള്ളേർക്ക് ഇത്രയും ബുദ്ധിയുണ്ട? റെയിൻകോട്ടായില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മഴ വന്നപ്പോഴേക്കും കൊച്ചുങ്ങളുടെ ബുദ്ധി ഉണ്ടാ. നിങ്ങളുടെ ബുദ്ധി വിമാനം തന്നെ. അവര് തന്നെ ഇവളല്ല, അവളാണ് ആദ്യം വെച്ചത്. അത് കഴിഞ്ഞപ്പോ ഇവള് വെച്ച്. യെസ് ഗൈസ്, ഇനി നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാം. നമുക്ക് പുട്ടുണ്ടാക്കിയാലോ? കമോൺ. എന്താ എന്ത് എന്ത് സാധനമാണെന്ന് പറ. വെറും വയറ്റി കുടിക്കണമെന്ന്. എന്നാ പപ്പ വെറും വയറാണ്. അമ്മ ഇതിന്റെ ചിരട്ട വെക്കണ്ടേ പുട്ടിന്? പുട്ട് ഓൾറെഡി ഒരെണ്ണം ഇട്ട്. ഇപ്പുറത്തത് മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതെ, ബീഫ് കൂട്ടാത്തവർക്ക് ചിക്കൻ. ചിക്കൻ നമ്മള് തൊലി കളഞ്ഞാണ് തന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് തൊലി കളയാതെ വാങ്ങുന്നത്. ഇത്തിരി കൊളസ്ട്രോള് കുറവുള്ള ആളുകളുണ്ട്. ഓ, ഇത് ഇതിലിട്ട് കഴുകാൻ പറ്റൂലല്ലോ, ചെറിയതുള്ള ചട്ടി. ഞങ്ങള് ഫസ്റ്റ് തന്നെ നമ്മള് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ നമ്മള് ഇത് വെക്കും. എന്താന്ന് വെച്ചാല് അല്ലാതെ കറി വെച്ചാല് ഞാൻ ഒട്ടും കൂട്ടില്ല. കുറച്ച് നേരം ഉപ്പിട്ട് കട്ടി വെച്ചാല് അത് തിരികെ ഞാൻ തൊടുള്ളൂ. കുറച്ച് നേരം ഉപ്പിട്ട് പെരട്ടി വെക്കുക ചിക്കൻ അങ്ങോട്ട്. മതി, അതിൽ ആവി പോണ അതില് ചിരട്ട വെക്കണ്ടേ? അമ്മ പുട്ടെടുക്കാലോ, അമ്മ പുട്ടെടുക്കാലോ. ആ വേണ്ടെങ്കിൽ നീ മിണ്ടാണ്ടിരിയടെ അവിടെ.
ഫസ്റ്റ് നമുക്ക് കുറച്ച് പീരി ഇടുക. പുട്ടുപൊടി അവിടെ ഇപ്പോൾ എടുത്തിട്ട് വരട്ടെ. മാറ് മാറ് മാറ്. ആ 5 മണിക്ക് തുടങ്ങി 9 മണിക്കായിട്ട് 4 മണിക്കൂർ. അല്ല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കഞ്ഞിയെ മേടിച്ചോണ്ടാ കഞ്ഞി മേടിച്ചോ കഴിക്കാൻ പോകുന്നത് പണിയുണ്ടെങ്കിൽ പണി ഇഷ്ടംപോലെ അങ്ങനെ കുറച്ച് കാണിച്ചിട്ട് അവിടെ പുതിയ കൂടെ തുടങ്ങിയതാണല്ലേ. രണ്ടാമത്തെ പുട്ട് വെക്കാം. തീ കൂട്ടിയിട്ടിട്ട് ആദ്യം വരുമ്പോൾ ചിരട്ട വെക്കാം. വരൂ മോളെ. കണ്ട ഇത് ഞങ്ങളുടെ ലോപ്പശ്. ഡിങ്ക 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 ഡിങ്ക. ഞാൻ മിറ്റ് ഒരു പാട്ട് പാടിക്കേ. പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ കണ്ണാളെ തഴുകും അമ്പിളിക്കുന്നോളെ വെറുതെ വാടി നിൽക്കാതെ നിലവേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചിപ്പറന്നു ആവി വന്നു. ഓക്കെ പുട്ടും കറി കുറച്ച് കുറച്ച് ഓക്കെ. ഇതിന് കഴിക്കടി. പഴം ഹെൽത്തിയാണ്, മുട്ടയും പഴവും. അപ്പൊ നമ്മള് തൽക്കാലം നമ്മുടെ ക്യാമറമാനായിട്ട് മിക്കനെ അപ്പോയിന്റ് ചെയ്യണാണ്. കാരണം നമുക്ക് കുറച്ച് പണിയുണ്ട്. മിക്ക എല്ലാരും വീഡിയോയിലൊക്കെ എടുത്തിട്ടോ അവിടെ എല്ലാരും പണിയൊക്കെ ചെയ്യണില്ലേ, അതൊക്കെ കാണിക്കണേ. കഴിവാനില്ല കേട്ടാ. സംസാരിക്ക്. ഹലോ എന്നൊക്കെ പറ. ഹലോ ആരൊക്കെയെന്ന് പറഞ്ഞൊക്കെ കൊടുക്ക്. അത് റീനാൻഡി. പിന്നെ പറഞ്ഞോടുക്ക് അവിടെ ഞാനുണ്ട്. മനുഷ്യനെ കാണിക്കും. അനിത അനീഷ മനീഷ ഇവിടെ എന്താ നമ്മൾ ചെയ്യണത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ എന്താ ചെയ്യണമെന്ന് പറ. എന്താ
നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുവാണ് ഗായ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി. പറഞ്ഞേ ചിക്കൻ കറി. ബാക്കി പറ ഗായ്സ്. ഗായ്സ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി. പറഞ്ഞേ ഗായ്സ്. ഗായ്സ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി. ഗുഡ്. ചായ കുടിക്കാൻ വേണ്ടി അതുകൂടെ കാണിച്ചതാണ്. ചായ കുടിക്കാൻ ചായ കുടിക്കാൻ സമയമായിട്ടില്ല. ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. അടിപൊളിയാണ്. പുതിയ പാത്രം വെക്കണ സ്റ്റാൻഡ് മേടിച്ച് ശരിയാക്കണേന്ന് നമ്മ. നമ്മൾ അങ്ങനെ ഏകദേശം നമ്മളുടെ സ്റ്റാൻഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ സാധനം കാണിച്ച് ഇതൊക്കെ തൂക്കിയിടണം. അപ്പം കംപ്ലീറ്റ്ലി സെറ്റാവും. യെസ്, നമ്മുടെ വീട്ടിൽ പുതിയ പാത്രം സ്റ്റാൻഡ് വന്നു. എൻ്റെ പിള്ളേരെ സന്തോഷം. അതെ, പാത്രം വെക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ ഗുഡ്. ആ പാത്രം ഉണ്ട്. ഓക്കെ. കണ്ടോ, ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കണം. ചമ്മന്തിക്കുള്ള മാങ്ങ, തേങ്ങ. ഇനി ഈ തേങ്ങ ക്രഷ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി, റീനാൻഡി. മതി. അയ്യോ, നമ്മളെ നേർച്ച കഞ്ഞിക്കുള്ള അരിയൊക്കെ കഴുകണയാണ്. പപ്പയുടെ ഫ്രണ്ട്സാണ് സഹായിക്കാനുള്ളത്. ജോബങ്കിളും ജേക്കബങ്കിളും. അരി കഴുകണേ. അവർക്കിപ്പോൾ വ്ളോഗ് എടുക്കാൻ ഇൻട്രസ്റ്റ് ആയി. അതെ, കഴുകണ വീഡിയോ, കുക്ക് ചെയ്യണ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഞങ്ങൾ ഇടും. അതെ, ഇതാണ് ജോബങ്കിൾ. ഹായ്. മിണ്ടാണ്ടിക്ക് മിക്ക മാറിക്കവിടെ. നേർച്ച കഞ്ഞിക്കുള്ള കഞ്ഞി ഇടണേ, അല്ല അരി ഇടണേ. ആ സ്റ്റാഫുണ്ട്. ഓക്കെ, 15 കിലോ അരിയുടെ കഞ്ഞിയാണ് നോക്കണം. ഡൺ. ഈ കൊച്ചു ഭയങ്കര ശല്യമാണ്. ഈ കൊച്ചിന് ഇപ്പോൾ വ്ളോഗ് എടുക്കണം. അതിന് എന്നോട് പുറകെ നടന്ന് ഫോൺ തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ. എടി, നീ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വന്നാ വീഡിയോ എടുക്കാൻ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വന്നേക്ക്. ഇത് പിന്നെ നമ്മുടെ ചാണപ്പുളി മോള്. എവിടെ തിരിഞ്ഞ് കണ്ട? ചാണപ്പുളി എന്താ കഴിക്കണ? ഇഷ്ടപ്പെട്ടാ? കൊള്ളാല്ലേ? കഴിക്ക് വേഗം. എങ്ങനെയുണ്ട്? സൂപ്പർ. അത് അത് ഞാൻ കാണിച്ചായിരുന്നു ഓൾറെഡി. ആ സ്റ്റാൻഡ് വീണ്ടും കാണിക്കണം. അവർ ഗോ മാൻ.
ഇത് കുഴിമന്തിയുടെ ബീഫാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യമേ നമ്മൾ ബീഫ് കഴുകിയെടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ അറബിക് മസാലയും അത് 1/4 ടീസ്പൂൺ നമ്മൾ 1 കിലോ ഇറച്ചിക്കാണ് 1/4 ടീസ്പൂൺ. അതുപോലെ മുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ. കേട് ഇത് എത്ര പേർക്കുള്ള എത്ര കിലോന്റെ ബീഫാണ്? ഇതിന് 6 കിലോ ബീഫാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ 1 കിലോ ബീഫിൻ്റെ മെഷർമെൻറ്റ് എടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. 1 കിലോ ബീഫിന് നമുക്ക് 1/4 ടീസ്പൂൺ അറബിക് മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ കേട് നമുക്ക് വേണ്ടത് 1 കിലോത്തിന് 5 ടീസ്പൂണാണ്. അതിൽ 5 ടീസ്പൂണാണ് നമുക്ക് കേട് വേണ്ടത്. പിന്നെ ചെറുനാരങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുനാരങ്ങ നമുക്ക് 2 ടീസ്പൂണാണ് 1 കിലോത്തിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ 6 കിലോത്തിൻ്റെ ചെറുനാരങ്ങയാണ് ഇതിലേക്ക് ഇടുന്നത്. നമ്മൾ ആദ്യമേ നമ്മൾ ബീഫാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മല്ലിയില എടുത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് മല്ലിയില ഇത് തണ്ടൊക്കെ ഇടുവോന്ന് അറിയില്ല, എന്നാലും ഞാൻ ഇടാം അല്ലേ. പിന്നെ ഇങ്ങനെ നമ്മൾ മല്ലിയില ഇട്ട് കൈയിട്ട് കുഴക്കണോ വേണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷാജൻ ചിക്കൻ ക്യൂബ്സ് എടുത്ത് തരുമോ അപ്പുറത്തുനിന്ന്? ചിക്കൻ ക്യൂബ്സ് നമുക്ക് 1 കിലോത്തിന് 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 6 കിലോത്തിന് നമുക്ക് 12 എണ്ണം വേണം. അതിൽ എത്ര എണ്ണം ഇപ്പോൾ കൊണ്ടുവന്ന് തരുമോ നമുക്ക് നോക്കാം. ആറെണ്ണത്തിന് 12 എണ്ണമാണ്. നമുക്ക് അതിൽ 1 കിലോത്തിന് നമ്മൾ 2 എണ്ണം ഇതായിടുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കുറച്ച് നമുക്ക് റൈസിൽ ഇടാൻ വേണം കേട്ടോ. നമുക്കിപ്പോൾ 12 എണ്ണം ഇല്ലെങ്കിൽ 6 എണ്ണായാലും മതി. 6 എണ്ണായാലും മതി. നമ്മൾ ഇത്തിരി സ്വാദൊക്കെ കുറച്ചാണെങ്കിലും ഇത് ഇത്ര ഇട്ടുമ്പോൾ തന്നെ സ്വാദ് വരും. ഉള്ളത് കൊണ്ട് ഒരു മാന്തി. ഇനി ഇതിന് വേണ്ടുന്ന സവാള അപ്പുറത്ത് അരിഞ്ഞുകൊണ്ടിരിക്കണേണ്. അതുപോലെ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ആണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. അതൊക്കെ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കണേണ്. അതപ്പോൾ നമുക്കിവിടെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട്. അതിഥിയെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാം. റോസ്റ്റ് ചേച്ചി, ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ അത് 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ 12 അപ്പോൾ 12 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് 12 എണ്ണായി. ഷാജാൻ ഇതുകൊണ്ട് കഴിഞ്ഞോ? ഇനി ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ക്യൂബ്സ് ഇനി 5 എണ്ണം ഉണ്ട്. അത് നമ്മൾ റൈസിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്വാദ് വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നന്നായിട്ട് കുഴക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കൈയിട്ട് കുഴക്കാൻ ഭയങ്കര പേടിയാണ്. ഭയങ്കര എരിവുണ്ടാവും. മനുഷ്യ ഒരു സ്പൂണ് ഒരു റൈസ് സ്പൂൺ പോലെ ആണല്ലേ? ഇത് എനിക്കറിയില്ലല്ലോ. എൻ്റെ ദൈവമേ, ഏത് കാലത്തെ സ്പൂണാണ്? കുഴപ്പമില്ല, നമ്മൾ നാടൻ കറിയാണ്. അപ്പം നാടൻ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിക്കുന്നത്. നാടൻ മന്തിയാണ്. അറബിക് അല്ല, നമ്മൾ അറബിക് മന്തി നമ്മൾ നാടൻ സ്റ്റൈലിൽ വെക്കുന്നു. അതായത് മരത്തിൻ്റെ കയ്യിൽ കൊണ്ട് ഇളക്കി. ആഗ്രഹം അടപ്പിൽ വെച്ചൊക്കെ ഉണ്ടാക്കണമെന്നായിരുന്നു. പക്ഷെ ഗ്യാസിൻ്റെ ക്ഷാമം ഉള്ളത് കൊണ്ട് ഞാൻ ഗ്യാസിൽ തന്നെ ശരിയാക്കാമെന്ന് വെച്ച്. നമുക്ക് ഒരു 12 സവാള വേണമായിരുന്നു.
അതപ്പുറത്ത് അരിഞ്ഞ് കഴിഞ്ഞോ ഇല്ലേ എന്നറിയില്ല. ഇനി ഇതിൽ പോരാത്ത ഉപ്പ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെഫാനി അതിൻ്റെ ടേസ്റ്റ് നോക്കാന്നായിരിക്കും. ഉപ്പ് വേണോന്ന് നോക്കി. ഉപ്പ് വേണോ? തൈര് ബസ്സാണോ? തൈര് പുളിയുണ്ട്. നമ്മൾ ഇത്തിരി കൂടി തൈര് അല്ല ഉപ്പിട്ട് വീണ്ടും ഫ്രൈ ചെയ്യും. ഇതില്ല, ഇത് നമ്മൾ ഇനി കറി വെച്ചെടുക്കും. ആദ്യമേ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യണത്. ആദ്യമേ നമ്മളിത് സവാളയൊക്കെ വഴറ്റി, വെളുത്തുള്ളി വഴറ്റി, ജിഞ്ചർ പേസ്റ്റ് വഴറ്റിയിട്ട് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കും. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് അതിൽ നിന്ന് നമ്മൾ ഈ ബീഫ് മാത്രം എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യും. അപ്പോൾ ഇനി ബാക്കി നമുക്കൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അതൊക്കെ നമുക്ക് വഴറ്റാനെടുക്കാം. അതിൽ ഇടാം. അങ്ങനെയല്ലേ, ഇഞ്ചി വെളുത്തുള്ളി വഴറ്റുക. ഓക്കെ, എടുത്താ രണ്ടും ഉണ്ടോ അതിൽ? മിക്സ് ചെയ്തിട്ട് അതും കൂടെ കുറച്ച് നേരം ഒരു ഹാഫ് അവർ അരമണിക്കൂർ റെസ്റ്റ് വെക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് കാണാം. എന്താണ് ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? ഞാൻ അരി വേവിക്കാൻ പോണാണ്. അതിന് ചിരിക്കണെന്ത്? അത് പിന്നെ അരി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മള് അരി മാങ്ങ ചമ്മന്തിക്കുള്ള തേങ്ങ ഇതെല്ലാം അയ്യോ, പൈസ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതായിക്കോളൂ, ഞാൻ പൈസ കൊടുത്തു. അത് വേറെ ഒന്നല്ല, അത് നമ്മുടെ പൈസ. അതെന്താണെന്നറിയാമോ? ദൈവമേ, അത് പറഞ്ഞ ഇതൊക്കെ ഇവിടെ വലിയതൊക്കെ വെച്ച് തരാൻ പാടേ. ബെസ്റ്റ്. മാഗി ക്യൂബിന്റെ അകത്തിട്ട് ഞാനിപ്പോ എന്റെ മൈക്ക് എടുത്തിട്ടാണ്. മന്തി എന്റെ മൈക്ക് കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇപ്പൊ മൈക്ക് മന്തി എന്ന് പറയും. മൈക്ക് മന്തി. അപ്പൊ നമ്മള് ക്യൂബ്സ് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് മാഗി ക്യൂബ്സും ഇട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. ആൽസൻ അപ്പുറത്തെ മുറിയിൽ നല്ലെണ്ണ ഉണ്ടാവും, അതൊന്നും എടുത്തോണ്ടോ തരുമോ? ഒരു സ്പൂൺ എടുക്കണേ. നല്ലെണ്ണയോ? അതെന്തെണ്ണ? ഒരു ഗോൾഡൻ കളറിലെ ഒരു എണ്ണ, ഒരു ഗോൾഡൻ കളറിലെ എണ്ണ, അതാണ് നല്ലെണ്ണ. നല്ലെണ്ണ എന്ന എള്ളെണ്ണ. ആൽസൻ അവിടെ അല്ലേ? ഞാനിങ്ങനെ താഴോട്ട് കുഞ്ഞി ക്യൂബ്സ് എടുക്കണേ. വീണ്ടും ബേബി 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 വാട്ട് ആർ യു ഡൂയിങ് ബേബി? എന്റെ നാട്ടാരും കാണണു ബേബി. നല്ലെണ്ണ എള്ളെണ്ണന്റെ ബിഗ് ബോട്ടിലുണ്ടായി, ഒരു ബിഗ് ബോട്ടിലുണ്ടായി. അത് നല്ലെണ്ണ എന്നാണ് എള്ളെണ്ണ. അത് ദേ ഇല്ലായിരിക്കും. സഫാനിയ, ഇത് നമ്മളുടെ പിന്നെ സദ്യക്കുള്ള ചിപ്സും എന്താ ഉപ്പേരിയുമാണ്. അത് ഞങ്ങൾ ഉറുമ്പ് വരാതിരിക്കാൻ ഞങ്ങൾ മഞ്ഞപ്പൊടി ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് പിന്നെ ഉറുമ്പിനെ എടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മള് ഉപ്പും മാഗി ക്യൂബ്സ് ഇട്ടത് നമ്മളിങ്ങനെ ഇളക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ഉപ്പുണ്ടോ ഇല്ലയെന്ന് അറിയാം. നമ്മൾ ആൽസന് കൈമാറുന്നു. അച്ഛാ നോക്കി, ഞങ്ങള് മന്തി ഉണ്ടാക്കുന്നതാണ്. മന്തിക്ക് ഉപ്പുണ്ട്. ഇതാണ് നമ്മുടെ അമ്പിളി. ഉപ്പണ്ടാ. എല്ലാരും വെള്ളം കുടിച്ചിട്ട് പോയി, പക്ഷെ ആരും അതിന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. ഷാജ, ഇതിന് ഉപ്പുണ്ടാന്നൊന്ന് നോക്കണേ. ഷാജ, ഇതിലെന്തോ ഒരു പൊടി
ഉപ്പില്ലേ? രണ്ടുപേരെ 4 പേര് ഉപ്പ് നോക്കി, പക്ഷെ 4 പേര് ഉപ്പ് നോക്കി, പക്ഷെ കല്ലുപ്പാണ് ഇട്ടത്. കല്ലുപ്പാകുമ്പോ നമുക്ക് കല്ലുപ്പ് നമ്മള് പറഞ്ഞില്ലേ നാടൻ സ്റ്റൈലിലാണ്, അപ്പൊ കല്ലുപ്പാണ് നമ്മൾ ഇട്ടത്. പക്ഷെ ഒരിത്തിരി കൂടി ഉപ്പിടണം. എന്താന്ന് വെച്ചാൽ നമ്മള് ഇത്തിരി കൂടുതൽ ഇട്ടാലേ റൈസിന്റെ ഉള്ളിലേക്ക് ഉപ്പ് ഇത്തിരി കടന്നു ചെല്ലുള്ളൂ. വീണ്ടും ഷാദിന് ഉപ്പിട്ട് ചിലപ്പോ വേണമെങ്കിൽ മന്തിയുടെ അകത്ത് നമ്മള് ഉപ്പ് മന്തി കഴിക്കേണ്ടി വരും. ഷാദ ഒരു സ്പൂൺ തരുമോ? എന്താ വെച്ചാൽ സ്പൂണിലാണ് നമ്മളന്നിടേണ്ടത്. ഷാദ ഒരു സ്പൂൺ, ജേക്കബ് ഒരു സ്പൂൺ. ഇതൊന്ന് ഉപ്പൊന്നും അങ്ങോട്ട് വെച്ചുതരാം, അല്ലെങ്കിൽ ഇപ്പൊ മറിഞ്ഞു വീഴും. 4, 5, 6, 7, 8, 9, 10, 11, 12. ബസ്. അപ്പൊ നമ്മള് ഇതേ നല്ലെണ്ണ എന്ന എള്ളെണ്ണ നമ്മള് കുഴിമന്തിര റൈസിന്റെ വെള്ളത്തിൽ ഇതയം നല്ലെണ്ണ എന്ന ഇതിന് ഇതയം നല്ലെണ്ണ എന്ന് പറഞ്ഞാ ഇത് എള്ളെണ്ണേനാണ് നമ്മൾ ഈ നല്ലെണ്ണ എന്ന് പറയുന്നത് അല്ലേ? എള്ളെണ്ണേനല്ലേ നമ്മ നല്ലെണ്ണ എന്ന് പറഞ്ഞ എള്ളെണ്ണയാണ്. സീസമാണോ? സെസമിയാണോ സീസമാണോ? സെസമി സീഡ്സ്. എവിടം വരെ റൈസ് ഉണ്ടെന്ന് നോക്കട്ടെ. എല്ലായിടത്തും എന്റെ കയ്യെത്തണം. അച്ചുവേട്ടന്റെ കയ്യെത്തിയാലേ എല്ലാ കാര്യവും നടക്കുള്ളൂ. എല്ലായിടത്തും അച്ചുവേട്ടന്റെ കൈ വേണം. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? ഇത്ര വെള്ളം വേണ്ടെങ്കിൽ നമുക്ക് ഇത് എല്ലായിടത്തും കുളിക്കാം. വാ, തല കുടിക്കാന്നല്ലത് കളയാം. സാമ്പാറാണെന്ന് ഓർത്തെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇടും. സാമ്പാർ കഷ്ണമെന്ന് ഓർത്തേ അല്ലേ? പിള്ളേരൊക്കെ മാറിക്കോട്ടാ. ഉരുളക്കിഴങ്ങാണെന്ന് ഓർത്ത് തിന്നെ അതിൻ്റെ അകത്തോട്ട് എടുത്തിടും. കുറച്ച് കളയാം. ദൈവം നാളെ ഇവിടെ വളിച്ചമാണായിരിക്കോ? സ്മെല്ലായിരിക്കും. ഇവിടെ എന്താ നടക്കുന്നത്? കുഴിമന്തിക്കുള്ള ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെറൈറ്റി നാടൻ കുഴിമന്തി ഇതുപോലെ ബീഫ് പുഴുങ്ങിയ മസാലയൊക്കെ ഇട്ട് പുഴുങ്ങിയിട്ട് അതിന് നമ്മൾ ഫ്രൈ ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടുവച്ചതല്ലേ? അയ്യോ കൂട്ടി കിട്ടി നിങ്ങളെല്ലാരും കിട്ടി. മന്തി ഉണ്ടാക്കി ഫുള്ള് വെച്ചേക്കണത് ഞാൻ എടുത്തില്ല. തീർന്നപ്പോഴാണ്. അതെ രണ്ട് നാരങ്ങ ഉണ്ട്, വേണമെങ്കിൽ നാരങ്ങ തിന്ന. അതെ, ഓടി ഇറങ്ങാൻ നാരങ്ങ, രണ്ട് നാരങ്ങ ഉണ്ട്.
2 cans of mandi. 2 cans. Oh, English. ഉത്സവം കഴിഞ്ഞ പോലെ ഉണ്ട്. വിഷമിച്ചിരിക്കുന്നുണ്ട്. ഒരാളോ ഉറങ്ങിയ കുഴിമഞ്ചര റൈസ്. അതെ റൈസ്. അമ്മ എവിടെ പോണേ? റൈസ് തീർന്ന്. പോയൊരു നാളിലെ പോലെ നാം ഇരുപേരൊത്തു പള്ളിയിലൊത്തു ചേർന്നു. ഏറിയ നാള് പോയതല്ലേ. പോയൊരു നാളിലെ പോലെ നാം ഇരുപേരൊത്തു പള്ളിയിലൊത്തു ചേർന്നു. ഏറിയ നാള് പോയത് അന്നു നീ കടിച്ചു പകിതന്നു. കുഞ്ഞു കിനാവിൻ കണ്ണി വാങ്ങ ഓർത്തിരുന്നു. ബ്രൈറ്റ് ഞാൻ പാടുന്നത് ചങ്ങാടി ക്യാമറ ഇട്ടില്ലേ. രണ്ടാം ഗതി കൊണ്ട് കൊതി കൊണ്ട് വരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാം കിളി എന്നതിലേത്. പുരുഷരെന്ന് പ്രിപ്പയർ ചെയ്ത പായസം കിട്ടിയിട്ടുണ്ട്. പായസം ടേസ്റ്റി. ഫോണൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. ഡോണ്ട് വറി, വെൻ യു ഗോ യു വിൽ ഗെറ്റ് ദ ഫോൺ. ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴേ ഫോൺ കിട്ടുള്ളൂ. ജൊഹാൻ നാളെ എക്സാം ഉണ്ടാ. ഇപ്പൊ സമയം ഏകദേശം വെളുപ്പിന് 3 മണിയായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ പാട്ടൊക്കെ പാടി ആൾക്കാർ ഇരിക്കണാണ്. ആൻഡ് ഇതിന്റെ അടിയിൽ ആക്ച്വലി ആൾക്കാർ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയില്ല. അവിടെ നേർച്ച സദ്യയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. നമ്മളിവിടെ ആൾക്കാരെല്ലാരും ഉറങ്ങി ഗൈസ്, ഉറങ്ങി. അപ്പൊ ഞാനും ഉറങ്ങാൻ പോണേ. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ, നാളെ കാണാം.